ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ റമളാൻ 8ാമത്തെ ദിവസവും അതുപോലെ തന്നെ 9ാമത്തെ ദിവസവും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 9ാമത്തെ ദിവസത്തിൽ, അതായത് ഇന്ന് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റീസൺസ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റമളാൻ 8ാമത്തെ ദിവസത്തിൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഓതിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ദിക്റും സ്വലാത്തും ചൊല്ലിയിരിക്കാമെന്ന് വിചാരിച്ചു. ഇന്നും ഞാനത് ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഭൂരിയാണ് കേട്ടോ. ഭൂരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, അതിൻ്റെ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ പറയാം. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് റവ അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴക്കണം. അപ്പോൾ ഭൂരി കുഴക്കാൻ ഞാൻ ഇതേപോലെ ഫസ്റ്റ് എൻ്റെ ഉമ്മിനോട് പണ്ട് കേട്ടോ തെറ്റിയിരിക്കുമ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കാനായിട്ട് തുനിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫ്ലോപ്പായി പോവുകയെന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ വന്ന് റെഡിയാക്കി തന്നുമില്ലാതെ എനിക്കത് ഓർമ്മ വന്നിട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ നമ്മളെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓരോ ബോൾസായിട്ട് നമ്മളിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എണ്ണ ചൂടായതിനു ശേഷം ഓരോന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വൈകുന്നേരത്തെ ഈ ഒരു ഓട്ടപ്പാച്ചിലും എല്ലാം കൂടി പെട്ടെന്ന് നടക്കുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ക്ഷീണിക്കുകയാണ്. നിങ്ങൾക്കറിയാം നോമ്പെടുക്കുന്നവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോമ്പെടുക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒന്നാമത്തത് ഇപ്പം നല്ല ചൂടുമാണ്. അപ്പോൾ എനിക്ക് വീഡിയോ അങ്ങനെ ഓവറായിട്ട് എടുക്കാൻ കഴിയുന്നില്ല, ക്ഷീണം കാരണം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ അത്താഴം തൊട്ടിട്ടുള്ളത് ഇട്ടിക്കണോ തോന്നുന്നു. ഇന്ന് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, വയ്യാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നാളെ എന്തായാലും ഫുൾ വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഭൂരി ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ റവ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരിയായിരുന്നു. അപ്പോൾ ഭൂരി ചുടൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതിൽ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ റവ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കില്ലേ, ഇവിടെ തരിക്കഞ്ഞി എന്നാണ് പറയുക. ഓരോ ജില്ലയിലും എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലായിടത്തും അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ ഒരു കപ്പിലേക്ക് പാൽപ്പൊടി ഇട്ടിട്ട് നമ്മളിപ്പോൾ ചൂടാവാനായിട്ട് കുറച്ച് വെള്ളം വെച്ചില്ലേ, അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പിരിപിരിങ്ങനെ പൊടിയുടേത് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ടാൽ അങ്ങനെ ആവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ്. അങ്ങനെ വെള്ളം അത്യാവശ്യത്തിന് തിളച്ച് വരാറാകുമ്പോൾ നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു 2 കൈയിലോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവറാവരുത്, ഓവറായാൽ വേണ്ടവർക്ക് ഇടാം കേട്ടോ. ഞങ്ങളങ്ങനെ ഓവറിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ അത് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് വറുത്ത സേമിയനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വറുത്തിട്ടില്ലെങ്കിൽ വറുത്തിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അവസാനമാണ് നമ്മൾ പാൽപ്പൊടി കലക്കി വെച്ചില്ലേ അത് ഒഴിക്കുന്നത്. അങ്ങനെ അതും ഒഴിച്ചിട്ട് 2-3 ഏലക്കായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിതൊന്ന് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഉള്ളി ഇതിലേക്ക് തൂമിച്ചെടുക്കും വേണം. അപ്പോൾ കാഷ്യൂ നട്ട്സും മുന്തിരി ഞാൻ അറിയാതെ ഒപ്പിട്ടോ. അങ്ങനെ ഇട്ടിട്ട് മുന്തിരി പെട്ടെന്ന് വീർത്ത് വരുമല്ലോ. അപ്പോൾ കാഷ്യൂ നട്ട്സ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പം എൻ്റെ ഉമ്മി പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഫസ്റ്റ് നമ്മൾ മുന്തിരി ഇട്ടിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഉള്ളി കൂടി തൂമിച്ച് പറഞ്ഞാൽ നമ്മൾ അടിപൊളി തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് തന്നെ നമുക്ക് ശർക്കരയിലും ചെയ്തെടുക്കുന്ന വേറൊരു രീതിയുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെയാണ്. അപ്പം ഉമ്മിനോട് ഇങ്ങനെ വെക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതാ നമ്മൾ ഭൂരിയൊക്കെ ഇവിടെ സെറ്റാക്കി ഞാൻ കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ കിച്ചണ് ക്ലീനപ്പ് ആക്കിയിടുകയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും കമൻറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണ് എനിക്കുള്ളത്. 1-2 പേര് മാത്രമേ കമൻറ്റ് ചെയ്യുന്നവരുള്ളൂ. പിന്നെ എന്താ പറയുക, നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.
പറഞ്ഞാലും ചെയ്യില്ല എന്നറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാ കാക്കു ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് നമ്മൾ സമൂസ, മുട്ട ബജി, പക്കവട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോൾ ഞാൻ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു എണ്ണക്കടികൾ തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ നോമ്പ് തുറന്ന് കഴിച്ചപ്പോൾ. കാരണം പഴയ എണ്ണയിലിട്ട് ഉണ്ടാക്കി തോന്നുന്നു. അധികം നമ്മൾ എണ്ണക്കടികൾ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ ഇതില്ലാതെ എന്തൊരു നോമ്പ് തുറാല്ലേ, എല്ലാവരും അത് വാങ്ങും ചെയ്യും. അപ്പോൾ ഇതാ തരിക്കഞ്ഞൊക്കെ ഗ്ലാസ്സിലാക്കി സെറ്റാക്കി വെച്ചു. നമ്മൾ പൂരി ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. പൂരിക്ക് ഗ്രേവി വെച്ച് നമ്മൾ നല്ല മീനും മുളകിട്ടത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാക്കു യൂട്യൂബിൽ അല്ല ഇൻസ്റ്റാ റീൽ കണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണിത്. നമ്മൾ ഓറഞ്ച്, അനാറ്, പിന്നെ തണ്ണിമത്തനും ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സോഡയൊക്കെ ഒഴിച്ചിട്ട്, പക്ഷെ അതിൽ ഓറഞ്ചിൻ്റെ കുരു പെടരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കുരു പെട്ടുപോയി, അതുകൊണ്ട് ലേശം കയ്പ്പുണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കയ്പ്പില്ലെങ്കിൽ അടിപൊളിയായിരുന്നു ആ ഡ്രിങ്ക്. അത് കഴിഞ്ഞിട്ട് ഇതാ ഐറോനെ ഹൈ ചെയറിൽ എത്തിയിട്ടുണ്ട്. അവൾ ചെറുതായിട്ട് വാശിയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ ഓരോന്നൊക്കെ തിന്നാനിട്ട് കൊടുത്തിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഇഷാവിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം നല്ല അടിപൊളി മീൻ കറിയും ബൂരിയും കൂട്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 9ാമത്തെ അതായത് ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ട് കിടക്കാമെന്ന്. ഓരോ നോമ്പ് കഴിയുമ്പോഴും ഓരോ ക്ഷീണം ഇങ്ങനെ അധികമായി വരിക എന്നല്ലാതെ ക്ഷീണം കുറയുന്നില്ല കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് കിടന്നു കേട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, എന്താണെന്നറിയില്ല, ഭയങ്കരമായ ക്ഷീണം വരിക. അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് സനു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സമോസയും എഗ് ലോലിപോപ്പും ആണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം ഉമ്മി ഇന്നത്തെ ചായക്ക് കടി ഉണ്ടാക്കുകയാണ്. എന്താണ്, നൂൽപുട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ല കേട്ടോ, ക്ഷീണം കാരണം. അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മി പിന്നെ ചോറും വേറെ കറിയും കാര്യങ്ങളൊക്കെ, ഉപ്പാക്ക് പിന്നെ രാത്രി ഇതൊന്നും വെച്ചില്ല, അപ്പോൾ ചോറ് വേണം. അപ്പോൾ ചോറും അതിൻ്റെ കൂടെ ഉപ്പേരിയും കറിയും വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എന്നത്തെ പോലെ നോമ്പ് തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.